ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് 18 ശ്ലോകങ്ങളാണ്. 10ാം ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ പേരെന്താണ്? എന്ത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആത്മോപദേശ ശതകം ഓരോ ശ്ലോകം വെച്ച് നമ്മൾ പഠിക്കുകയല്ലല്ലോ ചെയ്യുന്നത് ഇവിടെ. ആത്മസ്വരൂപം ആത്മോപദേശ ശതകത്തിൽ എന്നതാണ്. ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ആത്മാവിൻ്റെ സ്വരൂപം അഥവാ അവനവൻ്റെ സ്വരൂപം എന്താണ് എന്ന് ആത്മോപദേശ ശതകത്തിൽ 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ അടക്കി വച്ചിരിക്കുന്നതാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഗുരുവിൻ്റെ കൃതികൾ ശാസ്ത്രീയ സമീപനത്തോടെയാണ് നമ്മൾ സമീപിക്കേണ്ടുന്നത്. തികച്ചും ശാസ്ത്രീയമായ ഒരു ചിന്താ പദ്ധതി, ഒരു മെത്തഡോളജിയാണ് ഈ അന്വേഷണത്തിനായി ഗുരു സ്വീകരിച്ചിരിക്കുന്നത്, ആത്മാന്വേഷണത്തിനായി. അപ്പോൾ 10ാം ശ്ലോകത്തിൽ 2 പേരെ ഇരുട്ടിൽ ഇരുത്തി പരസ്പരം ചോദിക്കുന്നു, നീ ആര് എന്ന്. അവിടെ നിന്നും ലഭിച്ച ഡേറ്റ, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, ഇരുട്ടിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇരുട്ടിലിരിക്കുന്നത് കൊണ്ടാണ് 2 പേർക്കും തമ്മിൽ അറിയാൻ കഴിയില്ലാത്തത്. നമ്മൾ ഓരോരുത്തരും ഇരുട്ടിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മെയും അറിയാൻ കഴിയുന്നില്ല, ഈ ലോകത്തെയും അറിയാൻ കഴിയുന്നില്ല. പ്രകാശത്തിലായിരുന്നു അവരിരുന്നതെങ്കിൽ അങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രകാശത്തിലാണ് ഇരുന്നതെങ്കിൽ നീ ആര് എന്ന് ചോദിക്കേണ്ടി വരില്ല, അറിയാം. നമ്മൾ ഞാൻ ആരാണെന്നും ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്നും അറിയില്ല. നാം ഇരിക്കുന്നത് ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കിട്ടിയ ഡേറ്റ, നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ നാം ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 11ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ അഹം അഹം, ഞാൻ എന്ന് പറയുന്നത് ഇരുട്ട് അല്ല എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം നമുക്ക് ആ ശ്ലോകങ്ങളൊന്ന് ചൊല്ലാം. പത്ത് മുതലുള്ള ശ്ലോകങ്ങൾ. ഇരുളിലിരുപ്പവനാരു ചൊൽക നീയെന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോടു നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യം
ഏകമാകും. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിലകം പൊരുളും തുടർന്നിടുന്നു. അടുത്ത എന്താണ് വരുന്നത്? ആ രണ്ടഹങ്ങളെ അല്ലേ? ആദ്യത്തേത് വ്യക്തിഗതമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഹത്തെയും മറ്റത് സാമാന്യമായുള്ള അല്ലെങ്കിൽ പൊതുവായുള്ള അഥവാ ഏകമായ ആ അഹവും. തൊലിയുമെലുമ്പുമലം ദുരന്ത അന്തകലകളുമേന്തും അഹന്തയൊന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയോരഹന്തവരാ വരം തരേണം. ഇനിയുള്ള ശ്ലോകങ്ങൾ എങ്ങനെയാണ്? ആ ഏകമായ ഞാൻ, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ്. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിലാണിടേണം. ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തിരഹസ്യം ഓർത്തിടേണം. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 11000 ആണ്ട് ഒരൽപ്പനേരം അറിവപരാപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം. ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അഴലെഴുമഞ്ചിതളാർന്നു 2 തട്ടായി ചുഴലും അനാദിവിളക്കു തൂക്കിയാത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. അഹമിരുളല്ല ഇരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. ഇത്രയുമാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? ഇത്രയും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് 2 ഞാനുകൾ ആണ്. ഒന്ന് വ്യക്തിഗതമായി ഓരോരുത്തരും അറിയുന്ന ഞാൻ ഒരു ഇന്ന വ്യക്തി എന്ന തരത്തിൽ. മറ്റത് എല്ലാ വ്യക്തികളിലും എല്ലാത്തിലും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതായ പൊതുവായ ഞാൻ. ഇങ്ങനെ 2 ഞാനുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുന്നതാണ്. ഞാൻ വേറെ ആണ് എന്നൊരു വിചാരമാണ്. വാസ്തവത്തിൽ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടതാണ്, ആ നൂല് അല്ലേ?
ഒരൊറ്റ നൂലേ ഉള്ളൂ. പക്ഷെ ഓരോരുത്തരുടെയും ഭാഗത്ത് വരുമ്പോൾ അവർ എൻ്റെ എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഇവിടെയും ഒരൊറ്റ ഞാനേ ഉള്ളൂ. അത് നമ്മൾ ഈ ശ്ലോകത്തിൽ എത്തുമ്പോഴത്തേക്കും ശരിയാക്കി എടുക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ 17-ാം ശ്ലോകത്തിൽ കണ്ടത് എന്തായിരുന്നു? അഴലെഴുമഞ്ചിതളാർന്ന രണ്ടു തട്ടായി എന്നുള്ള ശ്ലോകത്തിൽ എന്താ കണ്ടത്? ആത്മാവിൻ്റെ അതായത് ആത്മാവിൻ്റെ ശരീരം ഇരുട്ടാണ്, നിഴലാണ് എന്നാണ് കണ്ടത്, അല്ലേ? അവിടെ ഓരോ വ്യക്തിഗതമായും പ്രപഞ്ചമായും ടോട്ടാലിറ്റി ആയിട്ടും അഥവാ വ്യഷ്ടിഗതമായിട്ടും സമഷ്ടിഗതമായിട്ടും നമുക്കതിനെ കാണാം. വ്യഷ്ടിഗതമായി കാണുമ്പോൾ ഓരോ വ്യക്തി എന്നത് ആത്മാവിൻ്റെ ഇവിടെയാണ് ആദ്യമായിട്ട് ആത്മാവെന്ന പദം ഉപയോഗിച്ചത്. മറ്റതെല്ലാം ഞാൻ, അഹം, അല്ലേ? ആ പദത്തിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് മാറി ആദ്യമായിട്ട് ആത്മാവെന്ന് ഉപയോഗിക്കുകയാണ്. ഈ ഞാനാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴേക്കും ഗുരു ആ അനുഭൂതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് എന്ന് അതിനെ വിളിച്ചിരിക്കുന്നത്. അത് ഞാനിനെ തന്നെ. അപ്പോൾ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ശരീരം ഒരു നിഴലാണ് അഥവാ ഇരുട്ടാണ് എന്ന് ആണ് അവിടെ കണ്ടത്. ആ ഇരുട്ടാണ് വിളക്കായിട്ട് കണ്ടത്. ആ വിളക്കെന്ന് പറയുന്ന ഒരു വ്യക്തിഭാവമാണ്. ആ വ്യക്തിഭാവം എന്ന് പറയുന്നത് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് രണ്ട് തട്ടുകൾ. ഒന്ന് ഇന്ദ്രിയങ്ങൾ 5 മറ്റിന്ദ്രിയ വിഷയങ്ങൾ 5. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വാസ്തവത്തിൽ അറിയാൻ കഴിയുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്, വൃത്തികൾ, ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങൾ ഓരോ വൃത്തിയിലും ഏർപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വാസനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ വാസനകൾ എന്ന് പറയുന്നത് മുൻ പഴകിയ നെയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്താണത്? നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ വാസ്തവത്തിൽ തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ്. ആ വാസനകളെയാണ് നമ്മൾ സയൻസ് ജീൻ എന്ന് പറഞ്ഞു വെച്ചത്. അത് മുൻ പഴകിയ വാസന എന്ന് പറയുമ്പോൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മനുഷ്യനിൽ നിന്ന് ക്യാരി ഓവർ ചെയ്ത് വന്നതാണ് ഈ ജീനുകൾ. അല്ല, നമ്മുടെ ഉള്ള അമ്മയും അച്ഛനും മാത്രമല്ല, അവരുടെ മുമ്പിൽ അങ്ങനെ എത്ര പേരുണ്ടോ അവരിൽ നിന്നെല്ലാം തുടർന്ന് വന്നതാണ് ഈ ജീനുകൾ എന്ന് പറയുന്നത്. ഇത് ഇനി എവിടെ അവസാനിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ചിന്തകളും വികാരങ്ങളും ഈ എക്സും വൈയും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്തും, അതുപോലെ തന്നെ എക്സ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ വലിയ സംഭാവനകൾ ഉണ്ടായി. ഈ വാസനകൾ ഇത് ആർജവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോന്നും ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു അച്ഛനും അമ്മയും ആകണം എന്ന് ഭാര്യയും ഭർത്താവും ചിന്തിക്കുന്ന സമയം മുതൽ അവരനുഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മനസ്സും അവരുടെ ചിന്താഗതിയും അവരുടെ പ്രവൃത്തികളും ഒക്കെ ഈ ഇതിനകത്ത് ഫോം ചെയ്യുന്ന ആ പിണ്ഡം അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് സ്വാധീനിക്കുന്നുണ്ട്. അതാണ് വാസ്തവം. പിണ്ഡനന്ദിയൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പം അത് ഇവിടെ ഗുരു പറയുന്നത് ആ മുൻ പഴകിയ വാസന എന്ന് പറയുന്നത് തികച്ചും ശാസ്ത്രീയമാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ വൃത്തികൾ എല്ലാം ചെയ്യുന്നതിന് അത് ഒരു വിളക്ക് അത് എരിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അത് എരിയുന്നത് എന്താണ്? തിരിയാണ്. ആ തിരിയൊക്കെയാണ് നമ്മൾ വൃത്തി, പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. അതിനാണ് ഈ വാസന എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നെയ്യ് ഉണ്ടെങ്കിലേ കത്തുകയുള്ളൂ. വളരെ എത്ര യുക്തിപൂർവമാണ്, എത്ര കലാപരമാണ്. ഇന്നത്തെ ഏറ്റവും നമ്മൾ 70കളിലും 80കളിലും ഒക്കെ ഈ മോഡേൺ ആർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഈ മോഡേണിസം കടന്നു വന്നത്.
അരവിന്ദനും ഇന്ന് നമ്മൾ വിവാദമായിരിക്കുന്ന അദ്ദേഹമൊക്കെ ധാരാളം സിനിമകൾ എഴുതി. എലിപ്പത്തായ എന്ന് പറയുന്ന സിനിമകളൊക്കെ വളരെ സിംബോളിക്കായിട്ടായിരുന്നു. അതിനേക്കാൾ വളരെ സിംബോളിക്കായിട്ടാണ് 100 വർഷത്തിന് മുമ്പ് ഗുരു ചെയ്തിരിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത്. അത്ര ബൗദ്ധികമായി അതിൻ്റെ ആ സംരചന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത അത്ര സങ്കീർണമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. വാസ്തവത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത്രമാത്രം അത് ലളിതവുമാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 19-ാം ശ്ലോകത്തിലേക്ക് കിടക്കാം. 19-ാം ശ്ലോകം. അടിമുടിയറ്റം അതുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിത് സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ. ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ. നല്ല സുവ്യക്തമാക്കി തരികയാണ്. അടി മുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നിങ്ങനെ അടിയിടും വാദപ്രതിവാദങ്ങൾ നടക്കും. അടി എന്ന് പറയുന്നത് ഏറ്റവും താഴെ, മുടി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ, പിന്നെ അവിടെ ഇവിടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിമസത്തയുള്ളതെല്ലാം ഈ പറഞ്ഞതിൻ്റെ അടിയുടെയും മുടിയുടെയും അതിൻ്റെയും ഇതിൻ്റെയും എല്ലാം ആദിമസത്തയായിരിക്കുന്ന ഒന്നുണ്ട്. ആദിമസത്തയുള്ളതെല്ലാം ഈ ആദിമസത്തയായിട്ടിരിക്കുന്നതെന്തോ അതാണ് ഈ പറയപ്പെടുന്ന സർവ്വതുമായിട്ടിരിക്കുന്നത്. ജഡം ഇത്, ഈ പറഞ്ഞതെല്ലാം, ഈ വാദിച്ചതെല്ലാം, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് ശരി എന്നൊക്കെ വാദിച്ചതെല്ലാം എന്ന് പറയുന്നത് ജഡം മാത്രമാണ്. സ്വന്തമായി നിലനിൽപ്പില്ലാത്തതാണ്. അതായത് സ്വന്തമായി ഉണ്മ ഇല്ലാത്തതാണ്. സർവം അതുകൊണ്ട് തന്നെ അനിത്യവുമാണ്, ഇംപെർമനൻ്റാണ്. എന്ത് പോലെ ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്. ജലത്തിൻ്റെ വടിവിനെ വിട്ട് തരംഗത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. ജലത്തിൻ്റെ വടിവാണ് എന്തെന്ന് പറയുന്നത് ഈ തിരമാല എന്ന് പറയുന്നത്. തിരമാല ജലത്തിൽ നിന്ന് വേറെയല്ല, ജലം തന്നെയാണ് തിരമാലയായും കുമിളയായും പതയായും ഒക്കെ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഭാഷ്യാർത്ഥം. നമുക്ക് വസ്തുതയിലേക്ക് നോക്കാം. നമ്മൾ കണ്ടു 17-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആത്മാവിൻ്റെ ഉരു, ശരീരം ഇരുട്ടാണ് എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ശ്ലോകത്തിൽ 18-ാം ശ്ലോകത്തിൽ ആത്മാവ് വെളിച്ചം ആണെന്നും പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇസ്ന്റ് ഇറ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അഹം വെളിച്ചമാണ്. ഇതേ അഹത്തിൻ്റെ ഉരു, ആത്മാവിൻ്റെ ഉരു ഇരുട്ടാണ്. ആ ഉരുവിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിര ഉരുവാണ്. ജലം ആത്മാവിൻ്റെ സ്ഥാനത്താണ്. ജലം സത്യമാണ്, ജലത്തിൻ്റെ ഉരുവാണ്, നാമരൂപം ആണ് എന്ത്? തിര എന്ന് പറയുന്നത്. ഈ കത്തിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ ആർക്കും ഒരു സംശയവുമില്ല അത് വിളക്കാണെന്നുള്ളതിന്, അല്ലേ? ഈ സാധനം നമ്മൾ ഒരിടത്ത് കൊണ്ട് കൊടുത്ത് അതൊന്ന് കിണ്ടി ആക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ കിണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി മാറി? അപ്പം എന്താണിത്? ഇത് വിളക്കാണോ? അല്ല. പിന്നെന്താണത്? അത് ലോഹമാണ്. ആ ലോഹം വിളക്ക് രൂപത്തിലിരിക്കുന്നു. ഇതതിൻ്റെ രൂപവും നാമവുമാണ്. നമ്മൾ ഓരോരുത്തരും രൂപവും നാമവുമാണ്. അത് ഇരുട്ടാണ്. അതെപ്പോൾ വേണമെങ്കിലും മറഞ്ഞു പോകാവുന്നതാണ്. എന്താ ഇരുട്ടെന്ന് പറഞ്ഞത്? സ്വയം പ്രകാശമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വയം പ്രകാശമുള്ളതിൻ്റെ
നിഴലാണ് ഏത്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ വിളക്കിനെ എന്തായിട്ടാണ് തന്നത്? ഒരു നിഴലായിട്ടാണ്. ആത്മാവിൻ്റെ നിഴൽ എന്ന് പറയുമ്പോൾ അത് ഇരുട്ടാണ്. ആത്മാവ് പ്രകാശവും ആ പ്രകാശത്തിൽ ഉള്ള ഒരു നിഴല് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? പ്രപഞ്ചം, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ എന്ന് പറയുന്നത്. അതായത് ആത്മാവിൽ പ്രകടമാകുന്ന ചില പ്രതീതികൾ മാത്രമാണ്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ 17 പറഞ്ഞ ഉരുവും 18 പറഞ്ഞ പ്രകാശവും, 18 ആത്മാവ് വെളിച്ചമാണെന്ന് പറഞ്ഞു, 17 ആത്മാവിൻ്റെ ഉരു ഇരുട്ടാണ് എന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ആത്മാവിനെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരമമായ സത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം എടുത്തിട്ട് അതാണ് ഇതാണ്, അങ്ങനെ ധാരാളം ദർശനശാസ്ത്രങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ക്രിസ്തു മതത്തിൽ തന്നെ ഏകമാണ് എന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നപ്പോഴാണ് പിന്നെ ഒരു ഒരു ത്രിഭാവത്തിലേക്ക് വന്നത്, അല്ലേ? ആദ്യം എങ്ങനെയാണ്? യഹോവ എന്ന ഒരു സങ്കല്പമായിരുന്നെങ്കിൽ പിന്നീട് അതിൽ 3 തിരിച്ചു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിതലത്തിൽ നിൽക്കുന്നവരും മറ്റവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളായി, വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകാനിടയായി. അതുപോലെ തന്നെ ഇനി നമ്മൾ ഭാരതീയ ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആത്മാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സത്യത്തെ സംബന്ധിച്ച് ധാരാളം ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശങ്കരാചാര്യരിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഏകമായ അദ്വൈതം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഉണ്ടായത്? ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയവരെല്ലാം തന്നെ ഓരോ രീതിയിലാണ് വാദിച്ചത്. ശങ്കരാചാര്യ സ്വാമികൾ വാദിച്ചത് അത് അദ്വൈതം ആണ്, ഏകം, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാമാനുജാചാര്യർ പറഞ്ഞു അങ്ങനെയല്ല, അത് വിശിഷ്ട സ്വഭാവത്തോടു കൂടി അവതരിപ്പിച്ചു. എന്താണ്? ബ്രഹ്മാവ് മഹാവിഷ്ണു എന്നൊക്കെയുള്ള തലത്തിലേക്ക്. അടുത്ത മധ്വാചാര്യരിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ദ്വൈതമായി അവതരിപ്പിച്ചു, വേറൊന്നാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിട്ടുണ്ടായി. അപ്പം ഇങ്ങനെ പല പല വശങ്ങളിൽ നിന്നുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് പല വാദഗതികളുണ്ടായി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടി, മുടി, അറ്റം, അതുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇങ്ങനെ അനേകം വാദഗതികളും തത്വചിന്തകളും അഥവാ ദർശനങ്ങളും ആത്മാവിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആത്മോപദേശ ശതകത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒരു കണക്കുമില്ല. ഓരോരുത്തരും ഓരോ തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു വ്യക്തത വാസ്തവത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് സംശയം. അതാണ്. അതുപോലെയാണ് ആത്മാവിനെ സംബന്ധിച്ച് വ്യക്തത, സമഗ്രത, ഒരു സമഗ്രമായ അറിവ് എങ്ങനെ എന്നുള്ളത് നമ്മൾ വലിയ കൺഫ്യൂഷനിലായി പോവുകയാണ് ഈ തത്വചിന്തകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പം അതെല്ലാം എന്താണ് എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ഗുരു പറയുന്നത് എങ്ങനെയാണ്? അടിമുടിയറ്റം അതുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയിടും, വാദിക്കും എന്നുള്ളതാണ്. അങ്ങനെ അടിയിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്താണ്? ആദിമസത്യം മാത്രമാണ്. അതാണ് ആദിമസത്യം എന്ന് പറഞ്ഞാൽ പരമകാരണം. കാര്യകാരണ സിദ്ധാന്തം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് നെയ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അങ്ങനാണെങ്കിൽ അതിൻ്റെ കാരണം എന്ത്? അതിൻ്റെ കാരണം വെണ്ണയാണ്. ഇനി വെണ്ണയ്ക്കൊരു കാരണമുണ്ടെങ്കിൽ വെണ്ണയും കാര്യമായി മാറും. വെണ്ണയുടെ കാരണം പാലാണ്, അപ്പോൾ വെണ്ണ കാര്യമാണ്. പാലിനൊരു കാരണം, പാലല്ല തൈരാണ്, അല്ലേ? തൈരിനൊരു കാരണമുണ്ട്, പാലിനൊരു കാരണമുണ്ട്, പശു. അപ്പം ഇവിടെയെല്ലാം കാര്യകാരണ വിചിന്തനത്തിന് വിധേയമാക്കി ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് എന്താണോ അതാണ് ആദിമ സത്ത. ആ പ്രയോഗം കണ്ടില്ലേ? വെറും സത്ത എന്നല്ല, ആദിമ സത്ത എന്നാണ്. നമ്മൾ രാവിലെ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ചോദിച്ചു ആദ്യത്തെ ബസ് പോയോ? അദ്ദേഹം പറഞ്ഞു പോയില്ല.
അതിനു മുമ്പ് വേറെ വണ്ടി ഉണ്ടോ എന്നാരെങ്കിലും ചോദിക്കുമോ? ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സത്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേത് സത്തയാണ്? അതിനെ സൃഷ്ടിച്ചത് എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കും. ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവത്തെ സൃഷ്ടിച്ചത് എന്താണെന്ന് ചോദ്യം വരും. ആ ചോദ്യം ഒഴിവാക്കാനാണ് വളരെ വ്യക്തമായി ഗുരു ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞു? ആദിമസത്ത, പരമകാരണം. ദർശനമാലയിൽ പരമേശ്വരൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരമമായ ഈശ്വരൻ എന്നാണ്. അതിനപ്പുറത്തൊന്നില്ല എന്നർത്ഥം. അപ്പം ഇവിടെ എല്ലാത്തിനും ഈ വാദഗതികൾ എന്തെല്ലാം ഉണ്ടാക്കുന്നു, ആ വാദഗതികളും എന്തു തന്നെയാണ്? അതിൻ്റെ സത്തയും ഈ ആദിമസത്തയിലുള്ളതാണ്. വാദിക്കുന്നവനും വാദങ്ങളും എല്ലാം ഏതിൽ പെടുന്നതാണ്? ഈ സത്തയിൽ പെടുന്നതാണ്, ആദിമസത്തയിൽ പെടുന്നതാണ് എന്നതാണ്. അടിമുടിയറ്റം അതുണ്ടിതുണ്ടെന്ന് അടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിത് സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ. ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചിരിക്കുകയാണ്. എന്താണ് ഉദാഹരണം? കടലിലെ തിരമാലകളും ജലവുമാണ് ഉദാഹരണം. തിരമാലകൾ എന്നത് ജലത്തിൻ്റെ വടിവാണ്. ജലം അങ്ങനെയേ ഇരിക്കാവൂ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുമോ? ജലം അതിൻ്റെ സ്വഭാവം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. കാറ്റടിക്കുമ്പോൾ അത് ഇളകും. അങ്ങനെ അത് ഇളകി വരുമ്പോഴത്തേക്ക് അത് ജലമല്ല, അത് തിരയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ അവരെല്ലാം ജലമായിട്ടേ കാണുകയുള്ളൂ. അവർക്ക് തിരയുമില്ല, നുരയുമില്ല, ഒന്നുമില്ല. അപ്പം ഈ നാമരൂപങ്ങളെല്ലാം നമ്മുടെ സങ്കല്പമാണ്. ആ സങ്കല്പം വിട്ടുകഴിഞ്ഞാൽ ആ നാമരൂപങ്ങളായിരിക്കുന്നതെല്ലാം ഏതൊരു ആദിമസത്തയാണോ ആ ആദിമസത്തയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഓരോ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ വാദഗതികളും ആ വാദഗതികളുടെ കർത്താവും എന്തു തന്നെയാണ്? ഈ ആദിമസത്ത തന്നെയാണ്. അങ്ങനെ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം എന്തു തന്നെയാണ്? ഈ ആദിമസത്ത ഓരോ രൂപത്തിൽ ഇരിക്കുകയും ആ രൂപത്തിന് നമ്മൾ പേര് കൊടുക്കുകയും ചെയ്തിട്ട് അതിനെ ആദിമസത്തയിൽ നിന്ന് വേർപെടുത്തി വെച്ച് കാണുകയാണ് ചെയ്യുന്നത്. അതാണ് എല്ലാ ഭ്രമത്തിനും കാരണം. അത് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ജലം എന്താണ്? നമ്മുടെ ആ ഉദാഹരണത്തിൽ വെച്ച് നോക്കുമ്പോൾ ജലം നിത്യമാണ്, പക്ഷേ തിര അനിത്യമാണ്. അതുപോലെ ജലത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആദിമസത്തയെ കാണുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതെല്ലാം തന്നെ, നാമരൂപങ്ങളെല്ലാം തന്നെ എന്താണ്? അനിത്യമാണ്, ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. നൈമിഷികം എന്ന് നമ്മൾ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ട്. അതെല്ലാം അതുകൊണ്ട് തന്നെ സ്വന്തമായി ഉണ്മ ഇല്ലാത്തതാണ്. അതുകൊണ്ടതെല്ലാം ജഡം ആണ് എന്ന് പറയാം. അപ്പം രണ്ട് ക്വാളിറ്റിയാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനിത്യമാണ്. രണ്ട്, അത് ജഡമാണ്. എന്നാൽ ഇതിനെല്ലാം ആദിമസത്തയായിരിക്കുന്നത്, ഇതിനെല്ലാം പരമകാരണമായിരിക്കുന്നത്, ഈ കാര്യജാലങ്ങൾക്കെല്ലാം, ഈ ദൃശ്യങ്ങൾക്കെല്ലാം പരമകാരണമായിരിക്കുന്ന ദൃക്ക് അഥവാ ഈ കാണപ്പെടുന്ന സർവ കാര്യജാലങ്ങൾക്കും പരമകാരണമായിരിക്കുന്ന ആദിമ സത്ത എന്നത് നിത്യമാണ്. ഒരു മാറ്റവും സംഭവിക്കാതെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന എന്തോ ഒന്നാണ്. അതെന്താണ്? അത് എന്താണോ ഉള്ളത് അതാണ് ഈ ഉള്ളതായിട്ടൊക്കെ ഇരിക്കുന്നത്. ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പം നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്? ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അതാണ് ദൈവം.
എന്താണോ ഉള്ളത് അതാണ് തിരമാലകളായിട്ടും കടലായിട്ടും കുമളയായിട്ടും ഒക്കെ ഇരിക്കുന്നത്. എന്താണുള്ളത്? ജലം. അതുപോലെ എന്താണോ ഉള്ളത് അതാണ് ഞാനായിട്ടും അവനായിട്ടും അതായിട്ടും ഇതായിട്ടും മറ്റേതായിട്ടും ഒക്കെ ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടിമുടിയറ്റം അതുണ്ടിതുണ്ടെന്ന് അടിയിടുമാദിമസത്തയുള്ളതെല്ലാം. ഈ ഉള്ളതെല്ലാം ആദിമസത്തയാണ്. എന്തൊക്കെയാണോ ഈ ലോകത്തുള്ളത് അതെല്ലാം. അപ്പൊ വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരും എല്ലാം എവിടെയുള്ളതാണ്? ഈ ആദിമസത്തയിലുള്ളതാണ്. ആ സർവ്വതും, കാണപ്പെടുന്ന സർവ്വതും അനിത്യമാണ്. അതിന് സ്വന്തമായ നിലനിൽപ്പില്ലാത്തതാണ്. ആ സ്വന്തമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത് ജഡം ആണ് എന്ന് പറയുന്നു. സ്വന്തമായ ഉണ്മയില്ലാത്തത് എന്നൊക്കെയുള്ള തരത്തിൽ അതിന് നമ്മൾ സാങ്കേതിക പദം പറയാറുണ്ട്. ഉണ്മയില്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി നിലനിൽപ്പില്ലാത്തതെന്നാണ്. ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നിനും സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുന്നതാണ് അല്ല. പിന്നെന്താണ്? അത് ആപേക്ഷികമാണ്, അത് സോപാധികമാണ്. നിരുപാധികമായ ഒരു സത്യമുണ്ട്. ആ നിരുപാധികമായ സത്യത്തിനെ ആശ്രയിച്ച് അതിനെ ഉപാധിയാക്കിക്കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഏതുപോലെ ആഭരണങ്ങളെല്ലാം ഏതിനെ ഉപാധിയാക്കിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്? സ്വർണത്തെ. പക്ഷെ സ്വർണം ഈ പറയപ്പെടുന്ന രൂപങ്ങളെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? ഇല്ല. ഒരു രൂപവും ഇല്ലെങ്കിലും സ്വർണത്തിന് നിൽക്കാമോ? എന്തോ നിൽക്കാൻ പറ്റുമോ? നമുക്കറിയില്ല അല്ലേ? യഥാർത്ഥത്തിലുള്ള സ്വർണത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? സ്വർണം രൂപമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അതിൻ്റെ അർത്ഥം സ്വർണം എപ്പോഴും ഏതെങ്കിലും ഒരു രൂപത്തിലേ ഇരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നതുപോലെ പരമമായ സത്യം, ആദിമസത്ത ഈ കാണപ്പെടുന്ന രൂപത്തിലാണ് എപ്പോഴും നിലകൊള്ളുന്നത്. പക്ഷേ അത് നിലനിൽക്കുന്നതിന് ഈ രൂപത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. പക്ഷെ ഈ രൂപങ്ങളെല്ലാം എന്തിനെ ആശ്രയിക്കണം? നിലനിൽക്കണമെങ്കിൽ ഈ പരമമായ സത്യത്തെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ജലത്തെ ആശ്രയിച്ചാണ് ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത്. ആഭരണങ്ങളെല്ലാം സ്വർണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കുടം, ചട്ടി ഇവയെല്ലാം നിലനിൽക്കുന്നത് മണ്ണിനെ ആശ്രയിച്ചാണ്. മണ്ണ് ആദിമസത്ത, ജലം ആദിമസത്ത. അതുപോലെ ഈ സർവപ്രപഞ്ചത്തിനും നമുക്ക് ഓരോരുത്തർക്കും ആദിമമായ ഒരു സത്ത ഉണ്ട്. ആ ആദിമസത്ത നിത്യമാണ്. അത് സ്വയം പ്രകാശമാണ്, സ്വയം ഉണ്മയുള്ളതാണ്. ആ പ്രകാശത്തെയാണ് നമ്മൾ 18ാം ശ്ലോകത്തിൽ കണ്ടത്. എന്ത്? അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. നമ്മുടെ ഉള്ളം ഈ ശരീരത്തെ ദ്യോതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഏതൊരു ആദിമസത്തയുണ്ടോ അത് ഇരുട്ടായിരുന്നെങ്കിൽ, അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് അറിയാതിരുന്നേനം. അറിയുന്നില്ലേ? ഏതൊരു ഇരുട്ടിലിരുന്ന് കഴിഞ്ഞാലും അറിയുന്നില്ലേ? അതുകൊണ്ടാണല്ലോ രണ്ടുപേരെ ഇരുട്ട് നീ ആരാണെന്ന് ചോദിച്ചപ്പം ഞാൻ എന്ന് പറയാൻ തുടങ്ങിയത്. പക്ഷേ അവർ ഇരുട്ടിലാണ് ഇരിക്കുന്നത് നമ്മൾ അറിയണം. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ആത്മാവ് എന്നത് നിത്യവും അതുപോലെ തന്നെ സ്വയം പ്രകാശവുമാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ പ്രപഞ്ചം അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ശരീരം എന്നത് അനിത്യവും ജഡവും ആണ്. ജഡം മീൻസ് സ്വയം പ്രകാശം ഇല്ലാത്തതാണ്, സ്വയം നിലനിൽപ്പില്ലാത്തതുമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ആ ഞാനുകളിൽ ആദ്യം പറഞ്ഞ വ്യക്തിഗതമായ ആ ഞാൻ, നിലനിൽക്കുന്നതായ ഞാനെന്ന് വിചാരിക്കുന്നതായ ആ ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തുമൊരു അഹന്ത. അത് പൊലിഞ്ഞു പോകുന്നതാണ്. കാരണം അത് അനിത്യമാണ്. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം എന്താണ്? അനിത്യമാണ്, ജഡമാണ്. അത് ഏതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്?
ആ പൊതുവായ ഏകമായ ഞാനിനെ ആശ്രയം. ആ ഏകമായ ഞാനിനെയാണ് നമ്മൾ 17-ാം ശ്ലോകത്തിൽ ആത്മാവ് എന്ന് വിളിച്ചത്. അതാണ് ഇവിടെ സ്വയം പ്രകാശം എന്നിപ്പോൾ പറയുന്നത്. കൃത്യം, വ്യക്തം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം. ജലനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകരുരപ്പതു സർവം ഊഹഹീനം. ജളനു വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഉലകിന് വേറൊരു സത്തയില്ല. ഈ ലോകത്തിന് വേറൊരു സത്ത ഇല്ല. വേറെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വിട്ട് വേറെവിടെയോ ഇരിക്കുന്ന ഒരു സത്ത, ഒരു ഈശ്വരൻ, ഒരാത്മാവ്, ഒരു ബ്രഹ്മം, എന്തോ ഒന്നിരിപ്പുണ്ടെന്നും അതവിടെ ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുകയാണെന്നും ഒക്കെയുള്ള ധാരണകളുണ്ട്. നേരത്തെ പറഞ്ഞ വാദങ്ങളിൽ അത്തരം വാദങ്ങളും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ പറയപ്പെടുന്ന അദ്വൈത വേദാന്തമൊക്കെ പഠിച്ച് അതൊക്കെ കാണാ പഠിച്ച് നടക്കുന്നെങ്കിലും വീണ്ടും നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? ആ ദ്വൈതത്തിലേക്കാണ്. ഓരോ ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഒക്കെ ചെല്ലുമ്പം അവിടെ ഒരു പ്രത്യേക ദൈവമുണ്ടെന്ന് കാണുകയും, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. ഈ മതി, ഈ ബുദ്ധി, ഈ അറിവ് ഇങ്ങനെ മല്ലാടുന്നതിൻ്റെ കാരണം എന്താണ്? ഉറച്ചില്ല. ആ തത്ലാഘവം, ആ പരമമായ സത്യത്തിൻ്റെ സരളത, അതിൻ്റെ ലാഘവത്വം അറിയാതിരിക്കുന്നത് കൊണ്ടാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ മല്ലാടുകില്ല മതി. ഈ ബലവേശില്ല, നമ്മൾ ഈ ബഹളങ്ങളില്ല, ചെന്ന് പെടില്ല, കൂടോത്രവും സകല വേലങ്ങളും കാണിച്ച് ദൈവത്തിനെ കസ്റ്റഡിയിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടിമ. എന്താണ് ഇതിൻ്റെ കാരണം? ഈ സരളത, ദൈവത്തിൻ്റെ ആ ലാഘവത്വം തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇവിടെ എന്താണ്? ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകർ ഉരപ്പത് പറയുക. അതുണ്ടെന്ന് ധാരാളം പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് അവർക്ക് വേണ്ട രീതിയിൽ അത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് ഗുരു? സർവം ഊഹഹീനം. അവരുടെ ഊഹാഭോഗ വിചക്ഷണന്മാരായിട്ടുള്ളവരാണ് ഇത്തരം തത്വചിന്തകളൊക്കെ കണ്ടെത്തുന്നത്. അവരുടെ ഊഹാപോഹം വേണ്ട രീതിയിൽ, അവരുടെ റിസർച്ച്, അന്വേഷണം, ചിന്ത, ഇതൊക്കെ വേണ്ട രീതിയിൽ ആവാതെ ഇരിക്കുന്നതാണ് ഇത്തരം തെറ്റുകളിൽ ചെന്ന് പെടുന്നത്. ജളനു വിലേശയമെന്നു തോന്നിയാലും, ആരാണ് ജലൻ? മഠയൻ എന്നൊക്കെ പറയുന്നതാണ്. വിലേശയം എന്താണ്? വിലേശയം പാമ്പ്. വിലേശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലത്തിൽ ശയിക്കുന്നവൻ, വിലൻ ദ്വാരത്തിൽ ശയിക്കുന്നവനാണ് സർപ്പം, പാമ്പ്. ദ്വാരത്തിൽ ശയിക്കുന്ന പാമ്പിന് ജളന് വിലേശയമെന്ന് തോന്നിയാലും, ഒരു നല്ല മലർമാല, ഇതേപോലൊരു മാല കണ്ടിട്ട്, ഇരുട്ടത്ത് മാല കണ്ടിട്ട് അത്
പാമ്പാണെന്ന് തോന്നിയാലും ജളന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല, മനോഹരമായ മാല പാമ്പാകുമോ? ഇത് വേദാന്തത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു മാറ്റം വരുത്തി ഗുരു അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ മാറ്റത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഗുരുവിൻ്റെ മൂല്യ നവീകരണത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം. ഗുരു നേരത്തെ പറഞ്ഞതൊക്കെ അതേപോലെ ഇങ്ങനെ തുടരുകയല്ല ചെയ്തത്. കാലാകാലങ്ങളിൽ ഓരോ ഗുരുക്കന്മാരും ഈ മൂല്യ നവീകരണ പ്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഗുരുവിൻ്റെ കാലത്ത് വന്നപ്പോഴത്തേക്കും തികഞ്ഞ ശാസ്ത്രീയ അവബോധം നിലനിൽക്കുന്നത് കൊണ്ട് തികഞ്ഞ ശാസ്ത്രീയ രീതിയിലാണ് ഗുരു വേദാന്തത്തെ സമീപിച്ചതും അദ്വൈത വേദാന്തത്തെ സമീപിച്ചതും. അതുകൊണ്ട് തന്നെ അദ്വൈത വേദാന്തത്തിൽ വരുത്തേണ്ടിയിരിക്കുന്ന കാലാനുസൃതമായ ശാസ്ത്രീയമായ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ അതിന് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അത്തരം ഒരു തിരുത്തലാണ് ഇവിടെയും വരുത്തിയിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയും. യെസ്, നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 17-ാമത്തെ ശ്ലോകവും 18-ാമത്തെ ശ്ലോകവും 19-ാമത്തെ ശ്ലോകവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 18-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഞാൻ എന്നത് ഒരു പ്രകാശമാണെന്നാണ്. ഏത് ഞാനാണത്? ആ പൊതുവായ അല്ലെങ്കിൽ ഏകമായ സർവ്വതിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ഞാനുണ്ട് എന്ന് നമ്മൾ കണ്ടു. 2 പേരിലും പൊതുവായി കണ്ടത് 10,000 പേരിലല്ല, 1000 പേരിലല്ല, കോടിക്കണക്കിന് സർവ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്നതായ ആ ഞാൻ. ഒരു ചെറിയ എറുമ്പും ഞാൻ എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് എറുമ്പ് നടന്നു വരുന്ന ഭാഗത്ത് നമ്മൾ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറിപ്പോവും. എനിക്ക് തടസ്സം ഉണ്ടായി എന്നുള്ള ബോധമാണ്. അപ്പോൾ സർവ്വതിലും ഇരിക്കുന്നതായ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഞാൻ എങ്ങനെയാണ്? ഒരു പ്രകാശമാണ്, ആദിമസത്തയാണ് എന്ന് നമ്മൾ കണ്ടു. 19-ാം ശ്ലോകത്തിൽ വന്നപ്പോൾ എന്താണ്? വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, വാദങ്ങളായിട്ടിരിക്കുന്നതും ഈ ആദിമസത്തയാണ് എന്ന് കണ്ടു, അല്ലേ? അപ്പോൾ 13 മുതലുള്ള ശ്ലോകങ്ങളെ നമ്മളിനി നോക്കുകയാണെങ്കിൽ ഈ പൊതുവായിട്ടുള്ള ആ ഞാൻ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ 13-ാം ശ്ലോകത്തിൽ പറഞ്ഞത് പൊലിഞ്ഞു പൂർണ്ണമാകും എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക, പൊലിയുമിത് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും. ഈ പറഞ്ഞു വന്ന ശരീരബോധത്തോടുകൂടി ഉണ്ടായിരിക്കുന്ന വ്യക്തിസത്തയോടുകൂടി ഉണ്ടായിരിക്കുന്ന ആ ഞാൻ പൊലിഞ്ഞ് ഇല്ലാതാകുന്നതാണ്. ഏത് തരത്തിൽ പരിശോധിച്ചാലും അത് പൊലിഞ്ഞില്ലാതാകുമ്പോൾ തന്നെ അവിടെ നിന്നും ആരംഭിക്കുകയാണ് എന്ത്? മറ്റൊരു ഞാൻ. അത് പൊലിഞ്ഞ് പൂർണ്ണതയിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ പൂർണ്ണ നഗ്നതയിലേക്ക് വരിക എന്ന്. എല്ലാ ശരീരബോധവും വിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വലിയ ഞാനിലേക്ക്, അല്ലെങ്കിൽ ആ വലിയ ഞാൻ ഇവിടെ പറയുന്നത് ആ പൊതുവായ ഞാനിലേക്ക്, ആ ഏകമായ ഞാനിലേക്ക്, ആത്മാവിലേക്ക് നാം അടുക്കുന്നത്. അങ്ങനെ ആ ആത്മാവിലേക്കുള്ള നമ്മളുടെ പ്രയാണം പൂർണ്ണതയിൽ എത്തിക്കുന്നതാണ്. പൊലിഞ്ഞു പൂർണ്ണമാകും. ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്രയുടെ ഇടയിൽ നമ്മൾ കണ്ടത് ത്രിഗുണങ്ങൾക്കതീതമാണ് ആ ഞാൻ. ത്രിഭുവനത്തിന് അതീതമാണ് ആ ഞാൻ. ത്രിപുടിക്ക് അതീതമാണ് ആ ഞാൻ. ക്ലിയർ ആണല്ലോ, അല്ലേ? അതെ. അങ്ങനെയുള്ള ആ ഞാൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ്? പ്രകാശമാണെന്നും കണ്ടു കഴിഞ്ഞു. ആദിമസത്ത എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ 18-ാം ശ്ലോകത്തിൽ വ്യക്തിസത്തയോടുകൂടിയിരിക്കുന്ന ഞാൻ പ്രകാശമാണെന്ന് പറഞ്ഞു. 19-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത്? ഈ
ഏകമായ ഞാനും അതേ പ്രകാശം തന്നെ, അഥവാ ആദിമ സത്ത. അപ്പം വെഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും ഞാൻ എന്താണ്? പ്രകാശമാണ്. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിതലത്തിൽ നാം അനുഭവിക്കുന്ന ഞാനും സർവരും അനുഭവിക്കുന്ന ഞാനും എന്തു തന്നെയാണ്? പ്രകാശം തന്നെയാണ്, ആദിമ സത്തയാണ് എന്ന് കണ്ടു കഴിഞ്ഞു. അതിലാർക്കും തർക്കമില്ലല്ലോ. ഇത്രയും നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിൽക്കുമ്പോഴാണ് ഇനിയും നമ്മളുടെ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞു 2 ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതെന്ന് പറയുന്നത്, ഈ അന്വേഷണത്തിൻ്റെ തലത്തിൽ. ഇന്നലെ നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു. എന്തായിരുന്നു അത്? നിത്യാനിത്യ വിവേകദോഹിനിതരാം നിർവേദമാബന്ധ്യ സൻവിദ്വാനത്ര ശമാദിഷൺകലസിതഃ സ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും. പൃശ്ചേത്, ചോദിക്കണം. പൃശ്ചേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭോ. ഗുരുവിനെ കണ്ട് ചോദിക്കണം. ആ യോഗ്യതകളൊക്കെ നേടിയതിനു ശേഷം, ആ യോഗ്യത ജാതിയിൽ കൂടിയതോ കുറഞ്ഞതോ അല്ല, മതത്തിൻ്റെ പ്രത്യേകതയല്ല, താമസിക്കുന്ന നാടിൻ്റെ പ്രത്യേകതയല്ല, പണമോ വെളുപ്പോ കറുപ്പോ ഒന്നുമല്ല. പിന്നെന്താണ്? നിത്യാനിത്യ വിവേകമുണ്ടാകണം, നിർവേദമുണ്ടാവണം, സമാധി ഷഡ്ഗങ്ങൾ ഒക്കെ ശീലിക്കാൻ അല്ലെങ്കിൽ ശീലിച്ചു വന്നവരായിരിക്കണം. എല്ലാം ഉപരിയായി ഒരു മോക്ഷം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആൾ ഗുരുവിനെ കണ്ട് വേണ്ട രീതിയിലൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം അവിടെ സമർപ്പിച്ചുകൊണ്ട് ചോദിക്കണം, അല്ലയോ പ്രഭോ, ഈ ഞാൻ ആരാണ്? അഹം കഹ ഇതം ജഗത്, ഈ പ്രപഞ്ചം കുതഹ, എവിടെ നിന്ന് വന്നതാണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ പ്രകാശമാണ്, ഞാൻ ആദിമ സത്തയാണ് എന്ന് കിട്ടിയല്ലോ, അല്ലേ? 2 തരത്തിൽ നമ്മൾ ഞാനെ പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന എൻ്റെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എന്തെല്ലാം ഇവിടെയുണ്ടോ അതിനെല്ലാം ആധാരമായിരിക്കുന്ന ഒരു പ്രകാശമാണ്, ഒരു സത്യമാണ്, ഒരു വലിയ ഞാനാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ഏകമായ ഞാനാണ് സത്യം. അതിനെ ആദിമ സത്ത എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വിളിച്ചു. ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത് കുതഹ എന്താണ്? ഇതം, ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവും ഈ ശ്ലോകത്തിൽ പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉലകിനു വേറൊരു സത്തയില്ല, ഉലകിനു വേറൊരു സത്തയില്ല. കടലിനും കടലിൻ്റെ ഭാവത്തിനും തിരയ്ക്കും വേറൊരു സത്തയില്ല. എന്താണ് അതിൻ്റെ സത്ത? ജലം തന്നെ. എടോ, തിരമാലയായിട്ടിരിക്കുന്നത് എന്തോ അതിന് തന്നെയാണ് അതിൻ്റെ സത്ത. ആ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് എന്തോ അതാണ് അതിൻ്റെ സത്ത. എന്താണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്? ഒരു പ്രകാശമാണെന്ന് പറഞ്ഞല്ലോ, ഒരു ആദിമ സത്തയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉലകിന്, ഈ ആത്മസ്വരൂപത്തിന് അപ്പുറം, ആദിമസത്തയ്ക്ക് അപ്പുറം, ആ പ്രകാശത്തിന് അപ്പുറം, ആ ഞാനിന് അപ്പുറം മറ്റൊന്നില്ല. നമ്മൾ എത്തിയത് 20-ാം ശ്ലോകത്തിലുള്ളൂ. ഇനി 7 ശ്ലോകം കിടപ്പുണ്ട്. ഇങ്ങനെ കണ്ണ് തെളിച്ച് നോക്കണ്ട. എന്താണ് ഈ ആദിമസത്ത? അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. യെസ്. അപ്പൊ എന്താണ്? 2 ചോദ്യങ്ങളുടെയും വാസ്തവത്തിൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ആരാണ്? ഞാനൊരു പ്രകാശമാണ്. ഞാൻ ഇരുട്ടല്ല. ഞാൻ ഇരുട്ടാണ് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. ഞാൻ പ്രകാശമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ചോദിക്കേണ്ട, നീ ആരാന്ന് ചോദിക്കത്തില്ലായിരുന്നു, അല്ലേ? നമുക്കതിലേക്ക് വരാം. ഇവിടെ വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? ഉണ്ട്. നമ്മളൊരു കാര്യം തീർത്തിട്ടില്ല. എന്താണ് തീരാനുള്ളത്?
ജളനു വിലേശയമെന്നു തോന്നിയാലും. യെസ്, നമ്മൾ സന്ധ്യയാകുമ്പോഴേക്കും, ഇത് വേദാന്തത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ഉദാഹരണമാണ്. സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടിൽ കയറി വന്നു, പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു പാമ്പ് പത്തി വിരിച്ച് നിൽക്കുകയാണ്. ഒരു വടിയെടുത്ത് അടിക്കണമെന്നുണ്ട്, പക്ഷേ വടിയെടുത്തിക്കുമ്പോഴത്തേക്കും പാമ്പ് വന്ന് കടിച്ചു കളയുമോ എന്ന് പേടിച്ച് വിറച്ച് വല്ലാത്ത വിയർത്ത് നിൽക്കുകയാണ്, അനങ്ങാൻ പറ്റാതെ നിൽക്കുകയാണ്. നല്ല ഇരുട്ടില്ല, നല്ല പ്രകാശവും ഇല്ല. അപ്പോഴാണ് ഇത് കാണുന്നത്. നമ്മൾ പേടിച്ച് വിറച്ചിങ്ങനെ നിന്നപ്പോൾ വേറൊരാൾ ഒരു ടോർച്ചുമായിട്ട് വരുന്നു. അയാൾ ചോദിച്ചു, എന്താടോ പ്രശ്നം, താനിങ്ങനെ നിൽക്കുന്നത്? എടോ ഒരു മൂർഖൻ പാമ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അയാൾ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു. എടാ മണ്ട, ഇത് പാമ്പല്ല, ഒരു കയറിങ്ങനെ പൊങ്ങി നിൽക്കുക. കണ്ട് നമ്മളും ആർത്ത് ചിരിച്ചു പോയി, മണ്ടത്തരം. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പ്രകാശം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അറിവുണ്ടായപ്പോൾ പ്രകാശം കൊണ്ടുവന്നതാരാണ്? ഗുരുവാണ്. ഗുരു പ്രകാശവുമായി അറിവുമായി വന്നപ്പോൾ നമ്മുടെ ഉള്ളം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് പാമ്പല്ല, അത് കയറാണ്. അതായത് യഥാർത്ഥത്തിലുള്ള സത്യത്തെ കാണാതെ മറ്റൊന്നിനെ, അസത്യത്തെ കണ്ടിട്ട് അസത്യമാണ് സത്യമെന്ന് വിചാരിച്ച് അതിൽ ഭ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ മായ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സത്യത്തെ കണ്ടു, പ്രകാശം കൊണ്ടുവന്നു, അതായത് ഉള്ളിൽ അറിവുണ്ടായി, വെളിവുണ്ടായി. അപ്പോൾ കണ്ടതെന്താണ്? കയറാണ്. ഓ, കയറാണ്, ഇത്രയേ ഉള്ളൂ നമുക്ക്. കാരണം എന്താണ്? കയറിന് പ്രത്യേകിച്ചൊരു ആനന്ദം തരുന്നതായ ഒരു വസ്തുതയൊന്നും അതിലില്ല. ആ ഭ്രമം ഒന്ന് മാറിയെന്നുള്ളതല്ലാതെ. പക്ഷെ കണ്ട സാധനത്തിന് എന്തെങ്കിലും ഒരു ആനന്ദം ലഭിക്കുന്നില്ല. അങ്ങനെയാണോ വാസ്തവത്തിൽ? നമ്മൾ പരമമായ സത്യത്തെ കണ്ടു കഴിയുമ്പോൾ, അതായത് അസത്യം മാറി സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഉണ്ട്. ആ ആനന്ദം പ്രകടമാകണമെങ്കിൽ കയറുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? നമ്മൾ നേരെ മറിച്ച് ഇതേപോലെ പാമ്പാണെന്ന് വിചാരിച്ചു അലമാരയ്ക്കകത്ത് ലൈറ്റിട്ട് നോക്കിയപ്പോഴത്തേക്കും മനോഹരമായ ഒരു മാലയാണ്. അതിൻ്റെ മണം, അതിൻ്റെ ആ മനോഹാരിത എല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഉള്ളൊന്ന് തണുത്ത് ഒരു സന്തോഷമുണ്ടായി, ഒരു ആനന്ദം പ്രകടമായി. പരമമായ സത്യത്തെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും എന്നുള്ളത് ഗുരു 35-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 10,000 വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടുമനിത്യമായാം ഈ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. ആ ഒരു ആസ്വാദ്യത, ആ ഒരു ആനന്ദം സർവ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്നതായ ആനന്ദം, സർവ്വതിനോടും അനുകമ്പ വയ്ക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്നതായ ആനന്ദം, സർവ്വതിനോടും കാരുണ്യവും ഭൂമിയോളം ക്ഷമയുമൊക്കെ നിലനിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്നതായ ആനന്ദം, അത് പ്രകടമാകണമെങ്കിൽ ഈ കയറിൽ അത് പ്രകടമാകുന്നതായി കാണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഗുരു ഒരു മൂല്യ നവീകരണ പ്രക്രിയ, ഒരു തിരുത്തൽ വരുത്തി. അത് തികച്ചും ശാസ്ത്രീയവും ആണ് എന്നുള്ളതാണ്. നമുക്ക് അത് ബോധ്യമാകും. ആ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം ബോധ്യമാകത്തക്ക തരത്തിലാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ഉദാഹരണത്തിലേക്ക് ഗുരു വരാൻ കാരണം എന്താണ്? ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്ന് ഉലകരുരപ്പത് സർവമോഹഹീനം, ജളന വിലേശയമെന്നു തോന്നിയാലും. മഠയനായിരിക്കുന്ന ഒരുവൻ ആണ് ഇത് കണ്ടിട്ട് പേടിച്ചു വിറച്ച് ഓടിപ്പോയി. പക്ഷെ ഇതെന്താണെന്ന് അറിയണം എന്ന് ഉള്ളിൽ തോന്നിയവൻ ലൈറ്റിട്ട് സമാധാനമായിട്ട് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആനന്ദം ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഈ ഉലകിന് വേറൊരു സത്തയുണ്ടെന്നൊക്കെ വിശ്വസിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ച് ഒരിക്കലും ദൈവം എവിടെയോ ഇരിക്കുന്നെന്നും ആ ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടുന്ന രീതിയിലൊക്കെ കാശൊക്കെ കൊടുക്കുകയാണെങ്കിൽ, കൈക്കൂലിയൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ 100 തേങ്ങയ്ക്ക് വരെ 200 അടിക്കുകയാണെങ്കിൽ, 200 അടുത്തിന് അടിക്കുകയാണെങ്കിൽ, നമ്മൾ 300 അടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആയിരിക്കും
ദൈവം നിൽക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുകയാണ്. ഈ തെറ്റിദ്ധാരണകളും ഈ ഭ്രമങ്ങളും ഈ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് എവിടെയോ വേറൊരു സത്തയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതെന്തുപോലെയാണ്? ഇല്ലാത്ത പാമ്പിൻ്റെ ഭാവം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഇട്ടുകൊടുത്തതിനു ശേഷം അതാണ് സത്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ പ്രപഞ്ചബോധം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ യഥാർത്ഥത്തിലുള്ള സത്യത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് എങ്ങനെ ഇട്ടു? നമ്മുടെ സങ്കല്പം. എന്നിട്ട് അതുണ്ടെന്ന് വിചാരിക്കുകയും ഇതിനപ്പുറം വേറെന്തോ ഉണ്ട്, അതാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നതാണ് തെറ്റ്. വലിയൊരു തെറ്റ് നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ആ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള നമ്മൾ 24-ാം ശ്ലോകത്തിൽ എത്തുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ചാടി പോകുന്നില്ല. അപ്പോൾ ഗുരു പറയുന്നത് എന്താണ്? ഈ ഉലകമായിട്ടിരിക്കുന്നത് നീയായിട്ടിരിക്കുന്നത് നിന്റെ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും സങ്കല്പങ്ങളായിട്ടും ഒക്കെ ഇരിക്കുന്നത് ആ ആദിമസത്ത തന്നെയാണ്. അതിൻ്റെ സത്തയെ ഇതിനുള്ളൂ. ഇതിന് വേറൊരു സത്തയില്ല. ഇത് നിലനിൽക്കുന്നത് ഏതൊന്നാണോ ഇതായിട്ടിരിക്കുന്നത് അതിൽ തന്നെയാണ്. തിരമാലകൾ നിലനിൽക്കുന്നത് ഏതൊന്നാണോ തിരമാലയായിട്ടിരിക്കുന്നത് അതിൽ തന്നെയാണ്. ക്ലിയർ ആണോ? അല്ലേ? തിരമാലകൾ എന്തായിട്ടാണ് നിൽക്കുന്നത്? ജലമായിട്ടാണ്. അതുകൊണ്ട് തിരമാലകൾ നിലനിൽക്കുന്നത് ഏതിലാണ്? ജലത്തിൽ തന്നെയാണ്. ഏതൊന്നാണോ ഈ ഞാനും നിങ്ങളുമൊക്കെ ആയിട്ട് ഭാവം പകർന്നിരിക്കുന്നത് അത് തന്നെയാണ് എന്ത്? ഇത്, അല്ലെങ്കിൽ ഈ ഉലകമായി, ഈ ശരീരമായി, ഈ മനസ്സായി, ഈ ബുദ്ധിയായി നിലകൊള്ളുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ കണ്ടെത്താം. അതിൻ്റെ സ്വരൂപമാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ആത്മസ്വരൂപം, ആത്മോപദേശം. അതായത് ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് നമ്മൾ കണ്ടെത്തി കാണും. ഇപ്പം നമ്മൾ ആത്മാവിനെ കണ്ടെത്തിയതേ ഉള്ളൂ, സ്വരൂപത്തിൽ പോയില്ല. അതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആവണ്ട. വ്യക്തം. ആത്മാവ് തന്നെയാണ്, ആദിമസത്ത തന്നെയാണ് ഈ കാണുന്ന ഉലകമായിട്ടിരിക്കുന്നത്. മറ്റേത് ഒരു മാലയിൽ പാമ്പിനെ കണ്ടതുപോലെയാണ്. പാമ്പില്ല, മാലയേ ഉള്ളൂ. മാലയാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമില്ലേ? ആ ആനന്ദം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ഉലകമായിരിക്കുന്നത് ഞാനായിട്ടിരിക്കുന്നതും പരമമായ സത്യമാണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അനുഭവിക്കുമ്പോൾ അനുഭവജ്ഞാനത്തിലേക്ക് വരണം. ശ്രുതിജ്ഞാനത്തിൽ നിന്നാൽ ഒക്കില്ല. നമ്മളിപ്പോഴെല്ലാം ആശയമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 17-ാമത്തെ ശ്ലോകത്തിൽ ഗുരു അവിടെ അനുഭവജ്ഞാനത്തിലേക്ക് വന്നു. ആത്മാവ് എന്നൊന്നുണ്ട് എന്ന ആശയം നമുക്ക് കിട്ടി, അല്ലേ? 17-ാമത്തെ ശ്ലോകത്തിൽ ഗുരു ആ ആശയത്തെ സാക്ഷാത്കരിച്ചു, അല്ലെങ്കിൽ അവിടെ അനുഭവജ്ഞാനത്തിലേക്ക് എത്തി. അനുഭവവേദ്യമായപ്പോഴാണ് ഗുരു പറഞ്ഞത് എന്ത്? 17-ാം ശ്ലോകം എങ്ങനെയാണ്? എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ ശരീരം, ആത്മാവിൻ്റെ ഉരുവാണ് എൻ്റെ ശരീരമായിരിക്കുന്നത്. ആത്മാവാണ് ഞാൻ. ഞാൻ ആയി ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഇരുട്ട് അല്ലെങ്കിൽ നിഴലാണ് ഈ ശരീരം. നിഴലെപ്പോൾ വേണമെങ്കിലും പോകാം. ഈ ബോധം, ദാറ്റ് ഈസ് ഇംപെർമനന്റ്. Nothing in this universe is permanent. Everything is impermanent. നൈമിഷികമായിട്ടുള്ളതാണ്. എല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ്.
അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ദ സെയിം പ്ലേസ്, അതേ സ്ഥാനത്ത് തന്നെ അതേപോലെ മറ്റൊന്നുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു ഒഴുക്കായിട്ട് വരികയാണ്. അതിനാണ് എറ്റേണൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ പ്രപഞ്ച പ്രവാഹം എന്ന് പറയുന്നത്? പ്രപഞ്ചം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുമ്പം നമ്മളെപ്പോലെ തന്നെ വീണ്ടും ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. 50 വർഷമോ 100 വർഷമോ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം, മുമ്പ് 50 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പ്രോഗ്രാം വെച്ച ഒരാൾ പോലും ഒരു പക്ഷേ ഇപ്പം ഇവിടെ ഉണ്ടാകണം എന്നില്ല. പക്ഷെ അതുപോലെ ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്ന് നിറയുന്നുണ്ട്. ഇനി 100 വർഷം കഴിഞ്ഞാലും ഇതുപോലെ ആൾക്കാർ വന്ന് നിറയുന്നുണ്ട്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പ്രപഞ്ചം ഒരു പ്രവാഹമാണ്. ആ പ്രവാഹമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇംപെർമനൻസി, അസ്ഥിരത എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകരുരപ്പതു സർവം ഊഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? സംശയമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ശ്ലോകത്തിലേക്ക് പോയാൽ മതിയാവും. എന്താണ് വേണു? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 21-ാം ശ്ലോകം. അവിടെ 20-ാം ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ? അത് സംശയത്തിൻ്റെ കുഴപ്പം മാറ്റിയേക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? ആദിമസത്ത എന്നത് ആത്മാവാണ്. ആ ആത്മാവിൽ പ്രകടമാകുന്നതാണ് ഇങ്ങനെ കുറേ നമ്മൾ ABCDEFGH എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? നാമരൂപങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും അതിനകത്തുണ്ട്. നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങളുടെ ആകത്തുകയാണ് എന്തെന്ന് പറയുന്നത്? ഉലകം എന്ന് പറയുന്നത്. ആ ഉലകം എന്ത് തന്നെയാണ്? ആ ആത്മസത്ത തന്നെയാണ്, ആദിമസത്ത തന്നെയാണ്. മനസ്സിലായില്ലേ? ആദിമസത്ത തന്നെയാണ് ഈ രൂപത്തിലെല്ലാം ഉലകമായിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി. ഒന്നേ ഉള്ളൂ, ആദിമസത്തയേ ഉള്ളൂ. അതിൽ നിന്നിങ്ങനെ വിടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ്. ഏത് തന്നെ? ആദിമസത്ത തന്നെയാണ്. ആദിമസത്ത മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം ഒഴുകിപ്പോകുന്നതാണ്. അതിനൊന്നും പെർമനൻസി ഇല്ല, സ്ഥിരതയില്ല, അതിന് സ്വന്തമായ ഉണ്മയില്ല. അതുകൊണ്ട് അതിനെയെല്ലാം ജഡം എന്ന് വിളിക്കാം. സ്വയം പ്രകാശിക്കുന്നത്, സ്വയം ഉണ്മയുള്ളത്, സ്വയമായി നിലനിൽപ്പുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആദിമസത്ത എന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. അടുത്ത 21-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. 21-ാം ശ്ലോകം. പ്രിയമൊരു ജാതി ഇതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്ന് അറിഞ്ഞിടേണം. തൻ പ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞിടേണം. ഒരു പുതിയ തത്വചിന്തയ്ക്ക് തന്നെ ഗുരു ഇവിടെ രൂപം നൽകുകയാണ് ഈ 21-ാം ശ്ലോകം. അതായത് നൈതികത, സദാചാരത. നമ്മൾ സദാചാരം എന്ന് പറയുന്നത് എന്താണ്? സദാചാരം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വരും അല്ലേ? അങ്ങനെ സഹായിക്കുന്നതാണ് സദാചാരം, അങ്ങനെ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയും നല്ല കുട്ടികളായിരിക്കണം, അമ്മ പറയും. കുട്ടിക്കും മനസ്സിലായില്ല, വാസ്തവത്തിൽ അമ്മയ്ക്കും അറിയില്ല എന്താണ് ഈ നല്ല കുട്ടിയായിരിക്കണം. സ്കൂളിൽ ചെല്ലുമ്പം അധ്യാപകരും പറയും നിങ്ങൾ നല്ല കുട്ടികളായിരിക്കണം. എന്താണ് ഈ നല്ല കുട്ടികളായിരിക്കുക? നല്ല വസ്ത്രം ധരിക്കുന്നതാണോ? നല്ല കുളിച്ചു വരുന്നതാണോ? എല്ലാം നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നതാണോ? ഒരു പിടിയില്ല. അതുകൊണ്ട് കുട്ടിക്കും മനസ്സിലായില്ല, അധ്യാപകനും അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഇതെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്.
സദാചാരിയാവണം, അതായത് നല്ല കുട്ടികളാവണം, നല്ലവരായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് നിരുപാധികമായി എന്താണ് നൈതികത അല്ലെങ്കിൽ സദാചാരം എന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം, അതിൻ്റെ ആണിക്കല്ല് എന്തായിരിക്കണം എന്ന് ഈ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു വയ്ക്കുകയാണ്. 23, 22, 21, 22, 23, 24 ശ്ലോകത്തിൽ വിജ്ഞാപനം ചെയ്യും എന്താണ് നൈതികത, എന്താണ് സദാചാരം എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചരിക്കേണ്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ നല്ല മനുഷ്യനായിരിക്കേണ്ടുന്നത് എന്ന് 24 ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള ആണിക്കല്ല് എന്താണെന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ഓക്കെ, ഓക്കെ. പ്രിയം ഒരു ജാതി, എല്ലാവരുടെയും പ്രിയം ഒന്നാണ് എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഉടൻ മാറ്റിക്കളഞ്ഞു. എന്താണ് ഇത്? എൻ പ്രിയം, ത്വദീയ പ്രിയം, അത് നിന്റെ പ്രിയം, അപരപ്രിയം, മറ്റുള്ളവരുടെ പ്രിയം, ഇങ്ങനെ അനേകമായി. എന്താ അവസ്ഥ അല്ലേ? ആദ്യം പറഞ്ഞ എന്താണ്? പ്രിയത്തിന് ഒരു ജാതിയേ ഉള്ളൂ. പിന്നെ പറയുന്നു എൻ്റെ പ്രിയം, അവൻ്റെ പ്രിയം, നിന്റെ പ്രിയം, മറ്റവരുടെ പ്രിയം, ഇങ്ങനെ പ്രിയം അനേകമായി. നോക്കാം. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. ഭ്രമം ഉണ്ടാകുന്നത് പ്രിയം കൊണ്ടല്ല, അല്ലെങ്കിൽ പ്രിയത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യം കൊണ്ടല്ല, പ്രിയ വിഷയം കൊണ്ടാണ്. പ്രിയം തൻ പ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞിടേണം. ഒരു ഓർമ്മപ്പെടുത്തലാണ്. തൻ പ്രിയം, അവനവൻ്റെ പ്രിയം എന്നത് മറ്റുള്ളവരുടെയും പ്രിയം ആണെന്ന് ഓർത്തു വയ്ക്കൊള്ളണം. ഒരു ഗുരുവിന് പറയാൻ കഴിയുന്ന ഏറ്റവും പരുക്കനായ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു ഒരിക്കലും പരുക്കൻ ഭാഷകൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ ഒന്ന് പൊട്ടിച്ചെങ്കിലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു അറിഞ്ഞിടേണം, ഓർത്തിടേണം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മൾ തിരിച്ചറിയണം. അത് കേട്ടങ്ങ് പോവുകയല്ല വേണ്ടിയിരിക്കുന്നത്. നോക്കാം. പ്രിയം ഒരു ജാതി, ഇത് എൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം എന്ന് അനേകമാണ് പ്രിയം. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. ഭ്രമമുണ്ടാകുന്നതൊക്കെ പ്രിയം കൊണ്ടല്ല. പ്രിയം ഒരു ജാതിയാണ്. ഒരു ജാതിയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അല്ലേ? പിന്നെ എന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഭ്രമമുണ്ടാകാൻ കാരണം പ്രിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് പ്രിയം ഒരു ജാതി ആയതുകൊണ്ട് നിന്റെ പ്രിയം തന്നെയാണ് നിനക്ക് ചുറ്റുമുള്ള സർവരുടെയും പ്രിയം എന്ന് ഓർത്തുകൊണ്ട് വേണം നിന്റെ ജീവിതത്തെ നീ കരുപിടിപ്പിക്കാൻ. ഓക്കെ, വെള്ളം കുടിക്കാനല്ലേ? വെള്ളം കുടിപ്പിക്കുകയാണെന്നായിരിക്കും അല്ലേ? നമ്മൾ 10ാം ശ്ലോകത്തിൽ കണ്ട ഞാൻ, ആ ഞാനിനെ വ്യക്തിസത്തയിലെ ഞാനെന്നും പൊതുവായുള്ള ഞാനെന്നും രണ്ട് ഞാനുകളെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ 18ാം ശ്ലോകത്തിൽ വ്യക്തിസത്തയിലുള്ള ഞാനും അതുപോലെ തന്നെ പൊതുവായുള്ള ഞാനും ഒരു പ്രകാശം ആണെന്നും കണ്ടു.
ഈ പ്രപഞ്ചം എന്നത് അതേ പ്രകാശം തന്നെയാണെന്നും നമ്മൾ കണ്ടു. ഇത്രയും മനസ്സിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഏകമായ പൊരുൾ അല്ലെങ്കിൽ ആത്മസത്ത എന്നത് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞു കിട്ടുന്നതാണെന്നും ത്രിഗുണങ്ങൾക്ക് അതീതമാണെന്നും ത്രിഭുവന സീമ കടന്നതാണെന്നും അങ്ങനെ സർവ്വതിലും തിങ്ങി വിങ്ങുന്നതാണെന്നും കണ്ടു. അതിൻ്റെ അർത്ഥം സർവ്വതിലും, പ്രപഞ്ചത്തിലുള്ള സർവ്വതിലും എൻ്റെ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന സർവ്വതിലും തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തെ കാണേണ്ടിയിരിക്കുന്നത്, ജീവിതം എന്നത് ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒന്ന് പ്രിയങ്ങളും മറ്റൊന്നത് അപ്രിയങ്ങളുമാണ്. പ്രിയമായിട്ടുള്ളതിനെ ചേർത്ത് വയ്ക്കാനും അപ്രിയമായിട്ടുള്ളതിനെ അകറ്റി നിർത്താനും നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ആകത്തുകയാണ് ജീവിതം. ആണല്ലോ അല്ലേ? നല്ല മാർക്ക് നമുക്ക് പ്രിയമായിട്ടുള്ളതായതുകൊണ്ട് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുകയും മോശം മാർക്ക് അപ്രിയമായതുകൊണ്ട് അതിനെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രിയമായതിനെയൊക്കെ അകറ്റുന്നതും പ്രിയമായതിനെയൊക്കെ ചേർത്ത് വയ്ക്കുന്നതുമാണ് എന്തെന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്രിയമായതും അപ്രിയമായതും എന്തു തന്നെയാണ്? 17 മുതലുള്ള ശ്ലോകങ്ങൾ അതിനാണ് ഓർമ്മിപ്പിച്ചത്. അത് നിങ്ങൾ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഈ പ്രിയമായിട്ടുള്ളതും അപ്രിയമായിട്ടുള്ളതും എന്തു തന്നെയാണ്? ആദിമസത്ത തന്നെയാണ്. ആ ഏകമായ ഞാൻ തന്നെയാണ്, ആ പ്രകാശം തന്നെയാണ്. ഓർക്കേണ്ടുന്നത് ഇത് രണ്ടും ഒരേ സത്യം തന്നെയാണ്. ആ സത്യത്തിലാണ് എന്തുണ്ടാകുന്നത്? നമ്മളുടെ ജീവിതം എന്നത് ഉടലെടുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരാൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. ആണോ? റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവൽ, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ദ്വീപിൽ പെട്ടുപോകുന്നുണ്ട്. അവിടെ വേറെ ഒരു മനുഷ്യനുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് കിടന്ന് എങ്ങനെ വേണമെങ്കിലും ഉറങ്ങാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. അയാൾ തുണി ഉടുത്തില്ലെങ്കിലും ഉടുത്താലും ഒന്നും ഒരു പ്രശ്നമില്ല. അവിടെ ആരും അയാൾക്ക് കാണാനില്ല. ആരോടും എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം അയാൾക്ക്. കാരണം അയാളോട് ചോദിക്കാനും ആരുമില്ല. അങ്ങനെ അയാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അയാൾക്ക് സദാചാരത്തിൻ്റെ വിഷയമേ വരുന്നില്ല. മനസ്സിലായോ? രണ്ടാമത് ഒരാൾ ഉള്ളപ്പോഴാണ് എന്ത് വേണ്ടി വരുന്നത്? സദാചാരം എന്നത് വേണ്ടി വരുന്നത്. നമ്മൾ രണ്ടുപേരെ ഇരുട്ടിലിരുത്തിയിട്ട് ചോദിക്കാൻ പറഞ്ഞപ്പം ഒരാൾ ചോദിച്ചു നീ ആരാടാ, മറ്റൊരാൾ ചോദിച്ചു നീ ആരാടാ. ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ സ്വന്തമായിട്ട് ചിന്തിച്ചു, ഭഗവാനെ ഞാൻ ഇടാന്നൊന്നും വിളിക്കണ്ടായിരുന്നു, ഇച്ചിരി പരുക്കനായി പോയി എന്നൊക്കെ തോന്നി. എന്താ കാരണം? രണ്ടുപേര് വന്നപ്പോൾ അവിടെ ഒരു സദാചാരത്തിൻ്റെ വിഷയം വന്നു. എന്തുകൊണ്ടാണ് ഇയാൾ ചോദിച്ചത് നീ ആരാണെന്ന്? കാണത്തില്ലാത്തത് കൊണ്ട്, അറിയില്ലാത്തത് കൊണ്ടാണ്. അറിയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇരുട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ടാണ് നാം നമ്മെയും മറ്റുള്ളവരെയും തിരിച്ചറിയാതിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇരുട്ട് മാറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? നമുക്ക് എല്ലാം അറിയാൻ കഴിയുള്ളൂ. ഞാൻ ആരാണെന്നും മറ്റുള്ളതൊക്കെ എന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ ഉള്ളിലെ ഇരുട്ട് മാറിക്കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അറിയാമെങ്കിൽ ചോദിക്കൂ. ഇവിടെ ഇരിക്കുന്നത് എല്ലാം മനുഷ്യരാണെന്ന് എനിക്കറിയാം, പിന്നെ ഇത് മനുഷ്യനാണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അതറിയാവുന്നത് കൊണ്ടാണ്. അറിയില്ല എങ്കിലാണ് നമ്മൾ എല്ലാം ചോദിക്കുന്നത്. നിർവൃതി പഞ്ചകം എന്നൊരു കൃതിയുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ. രമണ മഹർഷിയെ കണ്ടിട്ട് അവിടെ എഴുതി വെച്ചതാണ് അല്ലേ. അതിൽ ആ ശ്ലോകത്തിൻ്റെ ആദി എന്ന് പറയുന്നത് തന്നെ, ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഈ ഉപചാരങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടാണ്. കോ നാമദേശകാജാതിഹി പ്രവൃത്തി കാകിയാന്മയഃ ഇത്യാദിവാദോ വരതിർയസ്യ തസ്യൈവ നിർവൃതിഃ ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ ക്വനുഗച്ഛസി ഇത്യാദിവാദോ പരതിർയസ്യ തസ്യൈവ നിർവൃതിഃ എന്ന് പറയുന്നു. 2 ശ്ലോകം പറഞ്ഞത് എന്താ കാര്യം? ആദ്യത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് ആരാണ്, എന്ത് ജാതിയാണ്, എന്ത് ജോലിയാണ് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാളിനെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഒരാൾ ഏത് ജോലി ചെയ്താൽ നമുക്കെന്താ? പക്ഷെ നമുക്കറിയണം നമ്മുടെ ജോലിയേക്കാൾ കൂടിയതാണോ എന്നൊരു സംശയം. കുറഞ്ഞാണെങ്കിൽ നമുക്ക് ഞെളിഞ്ഞ് നിൽക്കാം. നമ്മളെക്കാൾ പണം കൂടുതൽ ഇല്ലെങ്കിൽ നമുക്ക് ഞെളിഞ്ഞ് നിൽക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിലയിരുത്തി അറിയണം. ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുള്ളൂ. ഇത് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു കൊടുക്കും. ഏതാണ് ഗുരു പറഞ്ഞു? കോ നാമ, നിന്റെ പേരെന്താണ്? ദേശക ജാതിഹി, എന്താണ് ജാതി, എന്താണ് ദേശം, എന്താണ് നിന്റെ പ്രവൃത്തി, കാ കിയാദ് വയഹ, എത്ര വയസ്സുണ്ട്. നമ്മളെക്കാൾ ഒരു 1/2 വയസ്സെങ്കിലും കൂടുതലാണെങ്കിൽ സമാധാനമായി. അതുപോലെ തന്നെ നമ്മൾ ഉപചാരങ്ങളുണ്ട്. ആഗച്ഛ ഗച്ഛ മാഗച്ഛ, കടന്നു വരൂ, ആഗച്ഛ വരൂ, പോകൂ, അകത്തേക്ക് വരൂ, പ്രവിശ ക്വനുഗച്ഛതി, എപ്പോൾ പോകും. ഇങ്ങനെയൊക്കെയുള്ള ഉപചാരങ്ങളൊക്കെ എന്ന് പറയുന്നത് അത്തരം എല്ലാ ഉപചാരങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഒക്കെ യാതൊരുവനാണോ ഉപരമിച്ചിരിക്കുന്നത്, നിവർത്തിച്ചിട്ടുള്ളത്, അതാണ് ഇത്യാദിവാദോ പരതിർയസ്യ. ഇതുപോലുണ്ടായിരിക്കുന്ന വാദങ്ങളിൽ നിന്നൊക്കെ ഏതൊരുവനാണോ ഉപരമിച്ചിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ വിടുവിച്ചു പോയത്, തസ്യ, അങ്ങനെയുള്ളവരാണ് നിർവൃതി അടഞ്ഞിട്ടുള്ളവർ. ഇത്യാദിവാദോ പരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. അങ്ങനെ ഒരു നിർവൃതനെയാണ്, ആ നിർവൃതി അടഞ്ഞ മഹർഷിയെയാണ് രമണ മഹർഷിയിൽ ഗുരു കണ്ടത്. അതുകൊണ്ടാണ് അവിടുത്തെ ഡയറിയിൽ 5 ശ്ലോകങ്ങളുള്ള ഈ നിർവൃതി പഞ്ചകം എഴുതി വെച്ചത്. നമ്മൾ നിർവൃതി പഞ്ചകം നല്ലപോലെ വായിച്ച് 2 ലൈൻ വീതമേ ഉള്ളൂ. പിന്നെ ഈ ആ 2ാമത്തെ ലൈൻ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു കൃതിയാണത്. യെസ്. അപ്പം അതെന്തുകൊണ്ടാണ് രണ്ടുപേരും എങ്ങനെയാണ്? ഗുരു രമണ മഹർഷിയെ കണ്ടു, കുറേ സമയം വെറുതെ ഇരുന്നു, ഒരക്ഷരം ഒടിയാടിയില്ല. കുറെ കഴിഞ്ഞപ്പം രമണ മഹർഷി പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ആഹാരം കഴിക്കാം. ആവട്ടെ, അത് പറയേണ്ടതാണ്. കാരണം ആഹാരം കഴിക്കാനുള്ള സമയമായി, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ബാക്കി ഒരക്ഷരവും ഒരു മിണ്ടിയിട്ടില്ല. ഒന്നും അവിടെ ചോദിക്കുകയും പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ അത് അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്. അത് ആദിമസത്തയാണ്, ഇതും ആദിമസത്തയാണ്. അതേ ആദിമസത്തയാണ് അദ്ദേഹമായിട്ടും ഞാനായിട്ടും 2 രൂപത്തിൽ ഇരിക്കുന്നത്. ഈ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഈ ഇരുട്ടിലിരിക്കുമ്പോൾ നീ ആരുടാന്ന് ചോദിക്കില്ലായിരുന്നു. ഞാൻ തന്നെയാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന ബോധമുണ്ടായിരുന്നെങ്കിൽ, പ്രകാശമുണ്ടായിരുന്നെങ്കിൽ, അറിവുണ്ടായിരുന്നെങ്കിൽ ചോദിക്കില്ലായിരുന്നു. അറിവില്ലായിരുന്നു, ഇരുട്ടാണ്. അതാണ് നമുക്ക് ഗുരു എത്ര സിംബോളിക്കായിട്ടാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് എടുത്തിരിക്കുന്നത്. ആ ഇരുട്ടിൽ കൊണ്ടിരുത്തിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അന്ധതയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ആരാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത്.
എല്ലാവരും ഏതൊരു ആദിമസത്തയുടെ അംശമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരുവന് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഓക്കെ, ഇനി നമ്മുടെ അവിടെ എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് വരാം. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, നൈതിക ജീവിതത്തിൻ്റെ ആണിക്കല്ലായിരിക്കേണ്ടുന്നത് എന്താണെന്ന്, നിരുപാധികമായ ആണിക്കല്ല് ആയിരിക്കേണ്ടുന്നത് എന്താണെന്ന് ഈ ശ്ലോകത്തിൻ്റെ അവസാനത്തെ ലൈൻ. അത് നമുക്ക് അതിലേക്ക് വരാം. യെസ്, അതെന്താണ്? പ്രിയം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. എന്താണ് ആദ്യം പറഞ്ഞത്? പ്രിയം ഒരു ജാതിയാണ്. എല്ലാ മനുഷ്യൻ്റെയും പ്രിയം ഒന്ന് മാത്രമാണ്. വിഷയങ്ങളിലാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണ് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഭ്രമം വരുന്നതെല്ലാം തന്നെ. ഓരോരുത്തരും എൻ്റെ പ്രിയം ഇതാണ്, അവൻ്റെ പ്രിയം ഇതാണ്, മറ്റവൻ്റെ പ്രിയം ഇതാണെന്നൊക്കെ പറയുന്നത് പ്രിയത്തിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തത കൊണ്ടല്ല, വിഷയത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. എന്താണ് എല്ലാവരുടെയും പ്രിയം? ഈ ലോകത്തുണ്ടായിരിക്കുന്ന സർവ്വ മനുഷ്യനും ഒരൊറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതെന്താണ്? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. അല്ലേ? എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് ആത്മസുഖം, അവരവരുടെ സുഖമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മതങ്ങളും, എല്ലാ സംഘടനകളും അത് തന്നെയാണ് എല്ലാവർക്കും ഓഫർ ചെയ്യുന്നത്. അല്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കഷ്ടപ്പാട് തരാം, വരുമോ ആരെങ്കിലും? ഏതെങ്കിലും ഒരു മതം വരികയാണ് ഞങ്ങൾ ദുഃഖം തരാം, ആരെങ്കിലും വരുമോ? എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങൾ സുഖം തരാം, ഞങ്ങൾ സുഖം തരാം, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു തരാം, അപ്പം നിങ്ങൾക്ക് സുഖം കിട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രിയം ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും പ്രിയം ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നാൽ ഈ പ്രിയം, ആനന്ദം ലഭിക്കുന്നതിന് അവർ ആശ്രയിക്കുന്ന വസ്തുക്കൾ, വിഷയങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരാൾ രാവിലെ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നു, മറ്റൊരാൾ അരി കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നു. എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അതിലും ഒരു പൊരുത്തമാണ്. എന്താണ്? അന്നം വേണം, വസ്ത്രം വേണം, ഇതുപോലുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും ആഹാരം വേണം, എല്ലാവർക്കും വസ്ത്രം വേണം, എല്ലാവർക്കും ചര്യകൾ, രാവിലെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അല്ലേ? അതുപോലെ എല്ലാ മനുഷ്യനും ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു ഏകത്വം ഉള്ളതുപോലെയാണ് നമ്മൾ ആനന്ദം എന്ന് പറഞ്ഞത്. പെരിഫറിയിൽ നിന്ന് നോക്കുമ്പോൾ പോലും, വ്യവഹാരത്തിൽ പോലും ഈ ഏകത്വം നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുടെയും പ്രിയം ഒരുപോലെ തന്നെയാണ്. ഏത്? ആഹാരം, വസ്ത്രം, ചര്യകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതിനെ സാധൂകരിക്കാനുള്ള വിഷയം, നമ്മൾ ഇവിടെ നിന്ന് പോത്തീസിൽ ചെന്ന് 1 കിലോ അരി ചോദിക്കുമ്പോൾ അവർ ചോദിക്കും എന്തരി വേണം. പണ്ട് കാലത്താണ്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 2 തരം അരിയേ ഉള്ളൂ. ഒന്ന് ചാക്കരി എന്ന് പറയും, വെള്ളയരി, മറ്റൊന്ന് കുത്തരി എന്ന് പറയും. അത് ഇപ്പം നമ്മൾ ചെമ്പാവരി എന്ന് പറയും. അപ്പോൾ അവിടെ ചെന്ന് കുത്തരി എന്ന് ചോദിച്ചാൽ അവർ അന്തം വിട്ട് നിൽക്കും. ചെമ്പാവരിയാണോ എന്ന് ചോദിക്കുക, ചെമ്പാവരിയാണ്. അപ്പോൾ എനിക്ക് 1 കിലോ ചെമ്പാവരി, ഏത് ചെമ്പാവരി വേണം? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പോൾ ഇതാ നോക്ക് സാർ, നമുക്ക് അവർ 5-6 ബോർഡ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്താണ്? മയില് എന്നൊരു അരി, പിന്നെ പവിഴം എന്നൊരരി. പവിഴം എന്ന് കേട്ടപ്പോൾ സിനിമയിൽ പറഞ്ഞതുപോലെ ഇത്തിരി വില കൂടിയ പേരാണല്ലോ എന്ന് വിചാരിച്ച് പവിഴം വേണമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറയുന്നത് എന്താണ്? സാർ ഏത് പവിഴം വേണം? വടി വേണോ, ഉണ്ട വേണോ? വട്ടായിപ്പോയി. എന്താണ്? ഭ്രമം, അടുത്ത ഭ്രമം വരികയാണ്. അപ്പോൾ പറഞ്ഞു സാർ വടിയാണെങ്കിൽ അത് കുറച്ചുകൂടി തവിടൊക്കെ ഉള്ളതാണ്, അത് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. ഓ എങ്കിൽ പിന്നെ അതെടുക്കൂ. ഓ അപ്പോൾ സാറിന് ഷുഗർ ഉണ്ട് സാർ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ തവിടുള്ള വേറൊരു അരിയുണ്ട്, അതുകൊണ്ട് കാണിച്ചു. അതെന്താണ്? അത് എന്താണ്? ഈ കഞ്ഞി ഒക്കെ, മരുന്ന് കഞ്ഞിക്കൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്? ഞവരേരി. അത് കണ്ടപ്പം ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വില എത്രയാണ്? അത് ഒരു 120 രൂപ. ഞെട്ടിപ്പോയി.
ചെറുതായിട്ടും കണ്ണ് തെള്ളിയെങ്കിലും തെള്ളാത്ത രീതിയിലൊക്കെ അഭിനയിച്ചു. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിന് ശരിക്കും ഷുഗർ ഉണ്ട്? കുറച്ച് ഷുഗറൊക്കെ ഉണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വേറൊരു അരിയുണ്ട്, അതാണെങ്കിൽ എല്ലാ സമയത്തും വേണമെങ്കിലും കഴിക്കാൻ പറ്റും, രക്തശാലി അരി. ഓ, അത് കൊള്ളാം, പേര് കേട്ടപ്പോഴേ വലിയ ഇഷ്ടമായി. അത് അതിൻ്റെ കവറൊക്കെ കണ്ടപ്പോൾ നല്ല മനോഹരമാണ്. കവർ എഴുതി വെച്ചിരിക്കുന്ന വില നോക്കിയപ്പോഴേക്കും എന്തോ ഒരു കുഴപ്പം, തല കറങ്ങുന്നു എന്നൊരു സമയം. 350 രൂപ 1 കിലോയ്ക്ക്. ഭ്രമം നോക്കൂ. ഈ ഓരോ വസ്തുക്കളുടെ കാര്യത്തിൽ പോലും നമ്മൾ ഭ്രമിച്ചു പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഹാരം, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. കടയിൽ ചെന്നപ്പോൾ ദോശയേ ഉള്ളൂ, നമുക്ക് വേണ്ടുന്ന പൊറോട്ടയാണ്. പൊറോട്ട ഭ്രമം. എടോ, ദോശ കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും വയറ് നിറയില്ലേ? നിറയും. പക്ഷെ എനിക്കിത് മതിയെന്നേ. എന്താണ് തൻ്റെ എൻ്റെ ആവശ്യമെന്ന് പറയുന്നത്? ഈ നിറവുണ്ടാവുക അല്ലെങ്കിൽ ആഹാരം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഭ്രമമുണ്ട്. വീട്ടിൽ 2 കുട്ടികളുണ്ട്, ഒരാൾ ഇഡ്ഡലി കഴിക്കും, ഒരാൾ ദോശ കഴിക്കും. അമ്മ രാവിലെ എഴുന്നേറ്റ് 2 പേർക്കും ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി കൊടുത്തു. അപ്പം മൂത്ത കുട്ടി ചോദിച്ചു, അമ്മ ഇതെന്ത് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എടാ, അത് ഒരേ സാധനം തന്നെ ഞാൻ കോരി ഒഴിച്ച് വേറെ രീതിയിലാക്കി തന്നേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണ് എനിക്ക് നാളെ മുതൽ ദോശ ആയാലും കുഴപ്പമില്ല, ഇഡ്ഡലി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മറ്റേ കുട്ടിക്ക് ഭ്രമം മാറിയില്ല. അയാൾ എന്താ അറിഞ്ഞിട്ടില്ല, അയാൾ എനിക്ക് ഇഡ്ഡലി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് വിഷയത്തിലാണ് എന്തുണ്ടാകുന്നത്? ഭ്രമം. പ്രിയം 2 പേർക്ക് ഒരുപോലെയാണ്. എന്താ പ്രിയം? ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കണം എന്ന പ്രിയം 2 പേർക്കും ഒരു വ്യത്യാസം ഇല്ല. ആഹാരം മതി. പക്ഷെ ആഹാരത്തിൻ്റെ വിഷയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് പ്രിയം, ഈ ഭ്രമം ഉണ്ടാകുന്നത്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, പ്രിയം ഒരു ജാതി. വ്യക്തമാണല്ലോ. എല്ലാവരുടെയും പ്രിയം ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ്, സംതൃപ്തരായിരിക്കുക എന്നുള്ളതാണ്. ആഹാരക്കാരി ഉൾപ്പെടെ എന്തിലും ആ നിറവനുഭവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഓരോരുത്തരും അവരവരുടെ പ്രിയം എന്ന് വിചാരിക്കുകയും ആ പ്രിയത്തിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള വിഷയങ്ങളിൽ അവർ ഭ്രമിച്ചു പോവുകയുമാണ്. അല്ലേ? എല്ലാവർക്കും ഉറങ്ങണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രിയം. പക്ഷേ എവിടെ കിടന്നുറങ്ങണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമ്മൾക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ AC ഇല്ല. അയ്യോ, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, പ്രശ്നമായി. വേറൊരാളിനാണെങ്കിൽ AC കണ്ടാൽ പിന്നെ ഉറക്കം വരില്ല, പ്രശ്നമാണ്. ഒരാളിന് ഫാൻ ഇട്ടാൽ പ്രശ്നമാണ്. വേറൊരാളിന് തറയിൽ പായിട്ട് കിടന്നെങ്കിലേ ഉറക്കം വരുള്ളൂ. വേറൊരാളിന് 35,000 രൂപ മുടക്കി വലിയ സംഭവം ഉണ്ടെങ്കിലേ ഉറക്കം വരുള്ളൂ. നോക്കൂ, ഉറങ്ങുക എന്ന് പറയുന്ന ഒറ്റ കാര്യം സാധൂകരിക്കുന്നതിനുള്ള വിഷയങ്ങൾ, അതിൽ ഭ്രമം ഉണ്ടാവുകയാണ്. പ്രിയമൊരു ജാതി, ഇതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയമെന്നനേകമായി. ക്ലിയർ ആണല്ലോ? പ്രിയം ഒന്ന് മാത്രമാണ്. പക്ഷെ ഓരോരുത്തരും അവരവരുടെ പ്രിയം എന്ന നിലയിൽ പല പ്രിയമായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ എന്താണ്? പ്രിയ വിഷയം പ്രതിവരും ഭ്രമം. എല്ലാ ഭ്രമം വരുന്നതും ഇവിടെ നിന്നാണ്? വിഷയത്തിൻ്റെ കാര്യത്തിലാണ്, പ്രിയത്തിൻ്റെ കാര്യത്തിലല്ല. പ്രിയം ആനന്ദം മാത്രമാണ്, സുഖം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ സുഖം ലഭിക്കുന്നതിന് വേണ്ടി നാം ആശ്രയിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഭ്രമം ഉണ്ടാകുന്നുള്ളൂ. ഇനിയും പറയാൻ പോകുന്നതാണ് അടിസ്ഥാനം. തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. നിന്റെ പ്രിയം തന്നെയാണ് മറ്റോരോരുത്തരുടെയും പ്രിയം എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. പ്രിയമൊരു ജാതി, അല്ലേ? എന്താണ് നിന്റെ പ്രിയം? എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. എടാ, അത് തന്നെയാണ് നിന്റെ അടുത്ത് താമസിക്കുന്നതിൻ്റെയും ആഗ്രഹം. അവനും സുഖമായി ജീവിക്കണമെന്നാണ്. നീ വേസ്റ്റൊക്കെ വാരി അയാളുടെ മുറ്റത്തേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നിന്റെ മുറ്റത്ത് കിടക്കുമ്പോൾ നിനക്ക് ഉണ്ടാകുന്ന അതേ ബുദ്ധിമുട്ടാണ് അയാൾക്കും ഉണ്ടാകുന്നത്. ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം സുഖമായി ജീവിക്കുക എന്നുള്ളതാണ്. നീ സുഖമായി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ മറ്റുള്ളവർക്കും വേണ്ടുന്നതാണ്.
അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കി അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് അപ്രിയമായി മാറും. അവരുടെ സുഖത്തെ അത് ബാധിക്കുന്നതാണ്. നൈതിക ജീവിതം അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ സദാചാരം, അതിൻ്റെ ആണിക്കല്ല്, അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി ഗുരു പറയുന്നത്. സദാചാരത്തിൻ്റെ അടിസ്ഥാനം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, തൻ്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയം എന്നതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നാം ജീവിക്കാവൂ. അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് 24-ാം ശ്ലോകത്തിൽ എത്തുമ്പോൾ നമുക്ക് വ്യക്തമാവും. പക്ഷേ ഓർത്തു വയ്ക്കുക, എൻ്റെ പ്രിയം എന്താണോ അതേ പ്രിയം തന്നെയാണ് അയാളുടെയും. എനിക്ക് സുഖം ലഭിക്കണം എന്നതാണെങ്കിൽ മറ്റോരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സുഖം ലഭിക്കണം എന്നതാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഒരാളെ വളരെ മോശമായി സംസാരിക്കുമ്പോൾ അങ്ങനെ മോശമായൊരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമാകുമോ? ആകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ സുഖത്തെയല്ലേ നീ ഭഞ്ജിച്ചത്? അത് സദാചാരത്തിന് ചേരുന്നതാണോ? അല്ലല്ലോ. അപ്പോൾ സദാചാരത്തിനൊരു നിരുപാധികമായ മാനദണ്ഡം ഗുരു അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആണിക്കല്ലെന്തായിരിക്കണം എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി ഓർത്ത് വയ്ക്കേണ്ടതാണ്. വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ല, വേണു കള്ളു കുടിച്ചത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടാക്കാൻ പോകുന്നില്ല. വേണു എത്ര വേണമെങ്കിലും കള്ളു വാങ്ങിച്ചു കുടിച്ചോളൂ. നമ്മൾ എന്ത് കഴിക്കുന്നത് കൊണ്ടും മറ്റൊരാളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷേ മറ്റൊരാളിന് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് അതിൻ്റെ ആണിക്കല്ലായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇനിയും വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഇത് വ്യക്തതയോടുകൂടി അവതരിപ്പിച്ച് 24-ാം ശ്ലോകത്തിൽ എന്താണ് നൈതികത, അല്ലെങ്കിൽ നിരുപാധികമായ ഒരു നൈതികത എന്താണ്, നിരുപാധികമായ ഒരു സദാചാരം എന്തായിരിക്കണം, എങ്ങനെയാണ് നല്ല കുട്ടികളായിരിക്കേണ്ടത്, എങ്ങനെയാണ് നല്ല മനുഷ്യനായി ജീവിക്കേണ്ടുന്നതെന്ന് നമ്മൾ അവിടെ വിജ്ഞാപനം ചെയ്യും. അവിടെ ഗുരു വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണും. കള്ളു കുടിച്ച് ബഹളം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്, കള്ളു കുടിച്ച് ബഹളം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലോ? അപ്പം അതൊരു മാനദണ്ഡമാണോ? കള്ളു കുടിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സദാചാരം എന്ന് പറയാൻ കഴിയില്ല. കള്ളു കുടിക്കുന്ന ഒരു ദുരാചാരമെന്നും പറയാൻ കഴിയില്ല. പക്ഷേ കള്ളു കുടിക്കുന്നതും കുടിക്കാതിരിക്കുമ്പോഴും മറ്റൊരുവൻ്റെ സുഖത്തെ അത് ഭഞ്ജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കള്ളു കുടിക്കാതിരിക്കുന്നു, കഞ്ചാവ് വലിക്കാതിരിക്കുന്നു, വീടി വലിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ല സദാചാരം. നീ വീടി വലിച്ചോളൂ, പക്ഷേ അത് മറ്റൊരുവന് അവൻ്റെ സുഖത്തെ ഭഞ്ജിക്കുന്നെങ്കിൽ അത് പാടില്ല. അതെ, മറ്റൊരുവൻ അപ്പോൾ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല. അതാണ് ഞാൻ നേരത്തെ റോബിൻസൺ ക്രൂസോയുടെ കാര്യം പറഞ്ഞത്. നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ, ലോകത്ത് വേറെ ആരുമില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സദാചാരത്തിന് പ്രസക്തിയില്ല. പക്ഷെ അങ്ങനല്ലല്ലോ ലോകം സമൂഹമാണ്. സമൂഹത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ എന്തുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ? സദാചാരം എന്നതിനെ നാം കണക്കിലെടുത്തേ മതിയാവൂ. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ 3 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. അടിമുടിയറ്റം അതുണ്ടിതുണ്ടെന്നടിയിടും ആദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ.
ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകരുരപ്പതു സർവം ഊഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. പ്രിയമൊരു ജാതി ഇതൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം.